ഇതിപ്പോൾ എന്താണെന്ന് ആക്കറില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഇതെന്ത് പായസമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഇതവിടെ ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതാ നേന്ത്രപ്പഴം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ നമ്മൾ ശർക്കര ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം കേട്ടോ. ആ ശർക്കരയിൽ ഇതാ നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് ഇതാ ഇതുപോലൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തേങ്ങാപ്പാൽ തന്നെ എടുക്കണം കേട്ടോ, പാലെടുക്കരുത്. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയാലുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് അറിയാം. ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ തേങ്ങാപ്പാലിലൊക്കെ ഇതൊന്ന് കുറുകി വരുമ്പോൾ ഇനി ഇതിലേക്ക് 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ തീയൊക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഒന്ന് ചൂടാറി വരുമ്പോൾ ഇതാ നമ്മുടെ പായസം ഈ ഒരു കളറായി വരും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു പപ്പടം കൂടിയും കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഗൈസ്. മസ്റ്റ് ട്രൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.